ഉമ്മ തന്നില്ലെങ്കിലും സ്നേഹത്തിലായിരിക്കണം. കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണല്ലോ എന്റെ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നാണ്. അപ്പൊ ഉമ്മ തന്നില്ലെങ്കിലും സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, വെറുക്കാതിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. സ്നേഹിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ പല അഭിപ്രായത്തിലാണ് പലതും വരിക. ഏതായാലും കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് കുറെ വർഷങ്ങളായി പറയുന്ന ഒരാൾക്ക് കോൺകർ ചെയ്യാൻ സാധിച്ചോ? പിന്നെ 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 എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ തന്നെ 23 ലക്ഷം ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ അതോ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്താണോ? ഇല്ല, അങ്ങനെ പറ്റുമോ? മറ്റേ ഇതല്ലേ ലൈക്ക് ഇതൊക്കെ കേട്ടണം, ഓട്ടോമാറ്റിക് ബോട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതില്ല, അത് പറ്റില്ല. അത് അങ്ങനെ കയറ്റിയിട്ടാ ഓട്ടോമാറ്റിക് ഇറങ്ങി പോകും. ഇത് ഓടി ഉണ്ടാക്കിയതാ. കാസർഗോഡ് ടു തിരുവനന്തപുരം 812 കിലോമീറ്റർ ഓടിയപ്പോ കിട്ടിയതാണ് ഈ 23 ലക്ഷം. 70 ലക്ഷത്തോളം ഫാൻസ് ഫോളോ ഉണ്ട് നമുക്ക്. അതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. തമാശ പറഞ്ഞു, ഓടിയും ചാടിയും ഒക്കെ ആയിട്ട് അല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഞാൻ കേട്ട വേറെ കാര്യം എന്താന്ന് പറയട്ടെ, അതായത് ഈ മാധ്യമ പ്രവർത്തകരോ ക്യാമറയോ വരുമ്പോ മാത്രമേ ഓട്ടോ ഉള്ളൂ, അല്ലെങ്കിൽ റെസ്റ്റിംഗ് ആണെന്ന്. അത് ആദ്യമായിട്ട് പറഞ്ഞത് ഇപ്പോഴത്തെ ന്യൂസില്. കാരണം ഇന്ന് വരെ അതാരും പറഞ്ഞിട്ടില്ല. അതിലെ രസം അതല്ല. ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോ വാനോളം പുഴത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് അത് ഓർമ്മയുണ്ടാവില്ല. കുറച്ച് 7-8 വർഷങ്ങളായില്ലേ. അത് കഴിഞ്ഞ് ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഓൺലൈൻ പത്രം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെല്ലാന്ന് ഏറ്റിരുന്നതാണ്. എന്തോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല ഒരു സിറ്റുവേഷനിൽ. അത് എനിക്ക് കുറ്റബോധമുണ്ട്, തെറ്റാണ്. അതിനുശേഷമാണ് പുള്ളി എന്നെ കുറിച്ച് നെഗറ്റീവുകളൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പൊ ഈ നെഗറ്റീവ് ഇടുന്ന ആളെ ഒന്ന് എതിർക്കാൻ ശ്രമിച്ചില്ലേ, അല്ലെങ്കിൽ അത് അയാളെ വിളിച്ച് സംസാരിച്ചതൊന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചില്ലേ? ഇപ്പൊ ആൾക്കുള്ള മറുപടി കൊടുത്ത് തന്നെ നോക്കിയാൽ ഒരു സ്ഥലത്തും ചൂടാവുകയോ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. വളരെ ശാന്തമായിട്ട് ഓരോന്നിനും മറുപടി കൊടുക്കുകയാണ് ഉണ്ടായത്. സ്നേഹം കൊണ്ട് കീഴടക്കലാണ്. എന്നിട്ടും ഇത്ര വർഷമായിട്ട് ഞാൻ ഓടുകയെല്ലാം നടക്കുകയായിരുന്നു എന്ന് ആൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ലാസ്റ്റ് നടക്കുകയായിരുന്നു, നടന്നിട്ടുമില്ല, വണ്ടി കയറി പോയെന്നൊക്കെ പറഞ്ഞു. കാരണം അതൊക്കെ പറയുന്നത് ആൾക്ക് ഓർമ്മയില്ലാണ്ടാണോ പഠിക്കാണ്ടാണോ എന്ന് അറിയില്ല. ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അതിലൊരു പോയിന്റ് എന്താ വെച്ചാൽ ഈ ഓടുക എന്ന് പറയുമ്പോൾ ദിവസേന ഓടുകയാണ് ഞാൻ. അപ്പൊ ഈ ബോംബെ മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡാണല്ലോ ഇത്. ഡെയിലി ലക്ഷക്കണക്കിന് വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുക. ഇവരൊക്കെ ഡെയിലി എന്നെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഷൂല് ചിപ്പ് വെച്ചിട്ട് ഓടുന്നത്, ഫുൾ ടൈം ക്യാമറ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഓടുന്നത്. അല്ലാണ്ട് ഈ വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് അല്ലെങ്കിൽ ഇന്ത്യ റെക്കോർഡ്, ഇങ്ങനെ എത്ര റെക്കോർഡ് തരാൻ അവർ പൊട്ടന്മാരല്ലല്ലോ. അത് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ന്യൂസ് പറയുമ്പോ അങ്ങോട്ട് ചറപറാന്ന് പറയുമ്പോ മോശമായിട്ടാണ് ഉദ്ദേശിച്ചത്, ഒരാളെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നല്ലത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ആരാണെന്ന് എന്റെ മനസാക്ഷിയോട് ചോദിക്കുമ്പോ എന്താണ് മനസാക്ഷി ആൻസർ തരാറുള്ളത്? പൊതുവെ വലിയ കുഴപ്പമില്ലാതെ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ജീവിക്കുന്ന ഒരാളാണ്. ഒരാളെ ഇന്ന് വരെ പറ്റിച്ചിട്ടില്ല. പൈസ കൊടുക്കാനേ കൊടുത്തിട്ടുണ്ടാവും, വാക്ക് പാലിച്ചിട്ടുണ്ടാവും.